വളരെ പ്രധാനപ്പെട്ട പല ചോദ്യങ്ങളും ഉന്നയിച്ചിരുന്നല്ലോ അല്ലെ. അതായത് ഈ ഫലവുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ഡേറ്റ സഹിതം നോക്കുമ്പോൾ അതായത് LDF-ന്റെയും UDF-ന്റെയും ഒക്കെ ഒരു സീറ്റ് സാധ്യതകളാണോ ഇത് സൂചിപ്പിക്കുന്നത്? അതെ, ഇത് ഫൈനൽ ഫിഗർ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇടതുപക്ഷം 71 സീറ്റുകൾ വരെ നേടാം. പ്ലസ് ഓർ മൈനസ് സാധ്യതയുണ്ട് കേട്ടോ. പ്ലസ് ഓർ മൈനസ് ഉണ്ട്. UDF-ന്റെ 67. 71 ഒരു നിർണായക സംഖ്യയാണ്. കാരണം ഭൂരിപക്ഷമായി സർക്കാർ രൂപീകരിക്കാൻ മൂന്നാമതും LDF എന്ന സാധ്യതയാണ് തുറന്നിടുന്നത്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് നേരിയ എഡ്ജെങ്കിൽ നൽകുന്ന ഒരു സർവേ തന്നെയായിരുന്നു വോട്ട് വൈബ് നടത്തിയിട്ടുള്ളത്. അവരുടെ കണ്ടെത്തലിൽ അതായത് ഈ സമീപ ദിവസങ്ങളിൽ തൊട്ടടുത്ത ദിവസം വരെ 21-ാം തീയതി വരെ നടന്ന അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ സർവേ ഫലം പുറത്തു വരുന്നത്. അതിൽ തീർച്ചയായിട്ടും ആ ഒരു എഡ്ജ് ഇടതുപക്ഷത്തിനുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ചോദിച്ചു വന്ന മറ്റു ചില പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സിറ്റിംഗ് MLA-ക്ക് വീണ്ടും വോട്ട് ചെയ്യുമോ? പക്ഷേ ഇത് വളരെ കരുതലോടെ ശ്രദ്ധയോടെ ഒരു പക്ഷേ കേരളം നിരീക്ഷിക്കേണ്ട ഒരു കണക്കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അതായത് നിങ്ങൾ സിറ്റിംഗ് MLA, അതായത് പ്രതിപക്ഷ MLA ആവാം, ഭരണപക്ഷ MLA ആവാം. നിങ്ങൾ സിറ്റിംഗ് MLA ആണെങ്കിൽ അയാൾക്ക് 31.7% വോട്ട് ചെയ്യും. അതേ പാർട്ടിയിലെ മറ്റൊരാൾ വന്നാൽ 23.4% വോട്ട് വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 39.7% ആളുകൾ, അതായത് നിലവിലുള്ള സിറ്റിംഗ് MLA വന്നാൽ വോട്ട് ചെയ്യും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഭൂരിപക്ഷവും സിറ്റിംഗ് MLA-മാരുടെ പ്രകടനം മികച്ചതായിരുന്നു. അതായത് പ്രതിപക്ഷ നിരയിലെ MLA-മാരാണെങ്കിലും ഭരണപക്ഷം MLA-മാരാണെങ്കിലും MLA-മാരിൽ ജനങ്ങൾ തൃപ്തരാണ്. അതെ, അതൊരു വളരെ ഫാക്ടറാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി നിർണ്ണയിക്കുന്ന ഒരു ഫാക്ടറാണ്. നമുക്കറിയാം, പിണറായി വിജയൻ നയിച്ച തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടായെന്നൊക്കെ കഴിഞ്ഞ കാലം പറയുന്നുണ്ട്. പക്ഷേ ഇത്തവണ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് വിജയം വരികയാണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ MLA-മാരുടെ പ്രകടനമാവാനുള്ള സാധ്യത ഈ സർവേയിൽ സൂചനയായി വരുന്നുണ്ട്. ഒരുപക്ഷെ സഹിത്ത് എനിക്ക് തോന്നുന്നു ഇത്തരം ഡേറ്റകൾ ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു. ഈ ഡേറ്റകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രധാനപ്പെട്ടതാണ്. അതിൽ കോൺഗ്രസ് അടക്കമെടുത്ത നിർണായകമായ തീരുമാനം MLA-മാർ മത്സരിക്കട്ടെ എന്നതാണ്. അപ്പോൾ ഇത്തരം ഡേറ്റകൾക്ക് അവർ ഗൗരവം കൊടുക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതായത് 5 വർഷം നിൽക്കുന്ന ഒരു MLA, നമ്മൾ ഒരു സർക്കാരിന് ഭരണവിരുദ്ധ വോട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ആ MLA ഭരണപക്ഷത്തിലായാലും പ്രതിപക്ഷത്തായാലും ഇരിക്കുന്ന MLA-ക്കെതിരായ വോട്ടുകളും സ്വാഭാവികമായും പ്രതിഫലിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ അത് അയാൾക്ക് നേട്ടമാകും. അതായത് മികച്ച പ്രകടനം നടത്തിയ MLA-മാർക്കെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്, അവർക്ക് ഗുണമുണ്ട് എന്നതാണ്. എന്നാൽ അപൂർവം ചില മോശം പ്രകടനം നടത്തിയവരെയും വിലയിരുത്തപ്പെടും. ഈ രണ്ടാമത്തെ ചോദ്യം അതിന് 23.4%. അതേ പാർട്ടിയിലെ മറ്റൊരാൾ, അതായത് ഇതൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഈ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതേ പാർട്ടിയിലെ, അതായത് നിങ്ങൾ X or Y ഒരാളെ കണ്ടെത്തിക്കോളൂ, ഇന്ന പാർട്ടിയിലെ ആയിരിക്കണം. അതായത് അതൊരു പൊളിറ്റിക്കൽ വോട്ടാണ് അവിടെ വരുന്നത്. ആ പൊളിറ്റിക്കൽ അത് കുറയുകയാണ്. 23% എന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് മറ്റ് ഡേറ്റകൾ കൂടി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പല ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റ് ഡേറ്റകൾ കൂടി നമ്മൾ പങ്കുവെച്ച് പോകുമ്പോൾ അതായത് കേരളം ഉറ്റുനോക്കുന്ന ഒന്നാണല്ലോ. അതായത് മുഖ്യമന്ത്രി ക്യാപ്റ്റന്റെ പ്രകടനം എങ്ങനെയുണ്ട്, പ്രതിപക്ഷ നേതൃത്വം ഇപ്പോൾ നൽകുന്നത് തീർച്ചയായും അവിടെ VD സതീശൻ തന്നെയാണ്. സതീശൻ തന്നെയാണോ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ചർച്ചകളും പിടിവലികളും ഒക്കെ കോൺഗ്രസ് സജീവമാണ് എങ്കിൽ പോലും എന്തായിരുന്നു ഇവിടെ സൈത്ത്? ഞാൻ ആ ഡേറ്റ വീണ്ടും ഒന്ന് ആവർത്തിക്കുന്നത്, BJP-യെ സംബന്ധിച്ചിടത്തോളം 10% എന്ന് പറഞ്ഞപ്പോഴും നേരത്തെ സീറ്റ് നില നോക്കുമ്പോൾ 2 അല്ലെങ്കിൽ 3 ആണ് മാക്സിമം. അതിനുശേഷം ഈ 3 ചിത്രത്തിലും ഒരു കൃത്യമായ സന്ദേശമുണ്ട്. അതായത് പിണറായി വിജയൻ 29.2% മുഖ്യമന്ത്രി സാധ്യതയിലേക്ക് വരുന്നു. VD സതീശൻ 29%, രാജീവ് ചന്ദ്രശേഖർ 10.8%. ഈ 3 പേരിലും അപ്പുറം 3 മുന്നണിയിൽ നിന്നും ഇതിനോട് കോമ്പറ്റ് ചെയ്യുന്ന മറ്റൊരു പേര് ഉയർന്നു വന്നിട്ടില്ല എന്നതാണ് സാഹചര്യം. മറ്റ് ഓപ്ഷൻസും നമുക്ക് മുന്നിലുണ്ടായിരുന്നു, ആളുകളോട് ചോദിച്ചിരുന്നു, പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെയെങ്കിൽ ഈ സർവേ ഏറ്റവും ഗുണകരമാവുന്നത് സതീശനാണ്. അതെ, തീർച്ചയായും. കാരണം അപ്പുറത്ത് വലിയ തർക്കമൊന്നുമില്ല. 3.0 അത് പിണറായി തന്നെ തീരുമാനിക്കും. പക്ഷേ ഇവിടെയാണ് ചോദ്യം ഉയർന്നു വരുന്നത്, തർക്കം ഉയർന്നു വരുന്നത്. അവിടെ തന്നെ ഒരു വളരെ കൗതുകരമായ മറ്റൊരു കണ്ടെത്തൽ കൂടിയുണ്ട്. ഈ നമ്മൾ മുഖ്യമന്ത്രി ആരാവണമെന്ന സാധ്യതാ ചർച്ചകളിൽ പല നേതാക്കൾ ഉയർന്നു വരുമ്പോൾ മുൻനിരയിൽ വന്ന ഈ നേതാക്കൾ തന്നെ, പക്ഷെ ഇവർക്കൊപ്പം തന്നെ അവരുടെ മുന്നിലുള്ള മറ്റു പേരുകളും പരിഗണിക്കുമ്പോൾ അതിൽ ഏറ്റവും അധികം സാധ്യത കൽപ്പിച്ചത് ഒരു മുന്നണി അടിസ്ഥാനത്തിൽ 45% ആളുകളോളം UDF നേതാവായ ഒരു മുഖ്യമന്ത്രി വരണം എന്ന അഭിപ്രായം പറഞ്ഞു എന്നൊരു കണ്ടെത്തൽ കൂടി ഈ സർവേയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് രമേശ് ചെന്നിത്തലയുണ്ട്, ശശി തരൂരുണ്ട്, KC വേണുഗോപാലുണ്ട്. ഇവരുടെ എല്ലാവും ഒപ്പം സതീശന്റെ ഷെയറും കൂടെ ചേർക്കുമ്പോൾ 45% വരുന്നുണ്ട്. അതായത് ഒരു മുന്നണി അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി ആരാവണം എന്നതിൽ ഷെയറിൽ UDF തന്നെയാണ് എന്നൊരു പ്രത്യേകത ഈ സർവേ ഫലത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, വെരി നാരോ എഡ്ജാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിരിക്കുന്നത് എന്നത്. ജനസമ്മതിയിൽ ഏതാണ്ട് ഇരുവരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ നമ്മൾ വലിയ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, പല ചോദ്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു അല്ലെ.
അല്ലെ അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്ത് എന്നത്. ഇതിൽ ഈ സർവേ ഫലത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട, നമ്മൾ കേരളം ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു കണ്ടെത്തൽ കൂടി ഈ സർവേയിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ ഏറ്റവും അധികം സ്വാധീനിക്കപ്പെടുക തൊഴിലില്ലായ്മ, വിലക്കയറ്റം പോലെയുള്ള വിഷയങ്ങളാണ്. സ്വാഭാവികമായും ആ അഭിപ്രായവും ഈ സർവേ പറഞ്ഞുണ്ട്. കാരണം തൊഴിലില്ലായ്മയ്ക്ക് 15% ആളുകൾ തൊഴിലില്ലായ്മയാണ് തങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം വിലക്കയറ്റം 19.7% ആളുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയുള്ള ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടതാണ്. മദ്യവും മയക്കുമരുന്നും പോലെയുള്ള പ്രശ്നങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സ്വാധീനിക്കുന്നത് എന്ന് പറഞ്ഞവരുടെ ശതമാനം 12.7%. അതായത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി കണ്ടെത്തുന്നു എന്നതാണ് സാധ്യത. തീർച്ചയായും അവിടെ സൈത്ത് തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, യുവ വോട്ടർമാരുടെ എണ്ണം കുറയുന്നു. അപ്പോൾ തൊഴിൽ തേടിയാണ് പലരും പുറത്തേക്ക് പോകുന്നത്. അതാണ് ഇവർ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ മറന്നു പോകുന്ന ഒന്നാണ് ഈ വിലക്കയറ്റം. ദേശീയ ശരാശരിയിൽ കേരളത്തിന്റെ ചിത്രം പരിശോധിച്ചാൽ കേരളത്തിലാണ് ഏറ്റവും വലിയ വിലക്കൂടുതൽ നേരിടുന്നത്. അത് ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നതാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രധാനമെന്നത് ജാതി പറയുക, മതം പറയുക, ശബരിമല വിഷയം പറയുക എന്നതൊക്കെയാണ്. അതിനപ്പുറത്ത് ഞാനും സജിത്തും ഉൾപ്പെടെ മലയാളികൾ ഒന്നടങ്കം നേരിടുന്ന ഒന്നാണ് വിലക്കയറ്റം. പക്ഷേ നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതാണ്. ഉയർന്ന കൂലി രാജ്യത്ത് ലഭിക്കുന്ന സംസ്ഥാനവും കേരളമാണ് എന്ന് പറയുമ്പോൾ വിലക്കയറ്റത്തിൽ ആശങ്ക രേഖപ്പെടുത്തുന്നു 19% എന്നതാണ്. ഒപ്പം ഈ മദ്യവും മയക്കുമരുന്നും എന്നതും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സൈത്ത്, ഇത് ഈ കുടുംബ വോട്ടർമാരുണ്ടല്ലോ, കുടുംബനാഥന്മാർ ആയിട്ടുള്ള കുടുംബനാഥകളെ അവർ ആശങ്കപ്പെടുകയാണ്. കാരണം ഒരു വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ഇന്ന് നിത്യവും നമ്മുടെ റോഡരികെ ഒരുപക്ഷെ കേരളത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു പകൽ ഒരു ഗുണ്ടാ സംഘം അവർ ഒരു ഗുണ്ടയെ വെട്ടിക്കൊല്ലുന്നു. അത് കേരളത്തിലാണ് നടന്നത്. എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ അതിന് ഗൗരവത്തോടെ കണ്ടില്ല എന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷെ ജനങ്ങൾ, അതായത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ പോലും ആ വാഹനത്തിൽ മറ്റൊരു വാഹനം വന്ന് തട്ടിയാൽ നമ്മൾ നിശബ്ദനായി മടങ്ങേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. കാരണം ഈ തട്ടിയ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ചു എന്ന് നമുക്കറിയില്ല. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അഭിലാഷ് സൂചിപ്പിച്ച വിലക്കയറ്റം, അഴിമതി, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഏത് തെരഞ്ഞെടുപ്പിലും ജനത്തെ സ്വാധീനിക്കുന്ന ഒരു വിഷയമാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ എത്ര ഗൗരവത്തിലെടുക്കുന്നു അത് വേറൊരു വിഷയം. പക്ഷേ അതിനുമപ്പുറം ഈ തെരഞ്ഞെടുപ്പിൽ മദ്യവും മയക്കുമരുന്നും ഇത്ര അധികം സ്വാധീനിക്കപ്പെടും, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതായത് ഒരു സർക്കാർ മദ്യത്തിനെയും മയക്കുമരുന്നിനും ഇല്ലായ്മ ചെയ്യാൻ നടപടിയെടുത്തെങ്കിൽ ഞങ്ങൾ അതിന് പ്രധാന പരിഗണന നൽകുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ ശതമാനം അവിടെ സ്വാഭാവികമായും ഒരു ചിത്രമുണ്ടല്ലോ. അതായത് UDF സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു കേരളത്തിലെ ബാറുകളടക്കം അടച്ചത്. പിന്നീട് ഒന്നാം പിണറായി വിജയൻ സർക്കാർ വന്നപ്പോൾ ബാറുകൾ തുറക്കുന്നു. ഇപ്പോൾ ബാറുകളുടെ സമയം മാറ്റുന്നു. അപ്പോൾ അത് സർക്കാരിന് ഗുണകരമാകില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അഭിലാഷ്, അതൊരു വളരെ വാലിഡായ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. 12.7% ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നു എന്ന അർത്ഥം ഒരുപക്ഷെ ബാറുകൾക്ക് കൂടുതൽ സമയം അനുവദിക്കുന്ന, അല്ലെങ്കിൽ അല്പം കൂടി അവരെ ലിബറലൈസ് ചെയ്യുന്ന ആ സർക്കാർ തീരുമാനം തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചേക്കുമോ എന്നൊരു സൂചന ഈ സർവേ ഫലം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ മദ്യവും മയക്കുമരുന്നിനും കൂടുതൽ വഴി തുറക്കുന്ന നിലപാടുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ, അതല്ല അതിനെ ചെറുക്കുന്ന നിലപാടുകളാണോ ഉണ്ടായത്, അത് ജനം വിലയിരുത്തട്ടെ. എന്തായാലും അങ്ങനെ ചിന്തിക്കുന്നവരുടെ ശതമാനം 12.7% എന്ന വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും ഈ സർവേ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അവരുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ചില ഉറപ്പുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരേണ്ടി വരും. മറ്റ് പ്രധാനപ്പെട്ട ഏതെങ്കിലും പോയിന്റുകൾ, അതായത് നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതുവരെ നടത്തിയ സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കണ്ട മറ്റേതെങ്കിലും നോട്ടീസ് ചെയ്യപ്പെട്ടത്? അഭിലാഷ്, ഇതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള 4.3% ആളുകളെ മാത്രമേ സ്വാധീനിച്ചിട്ടുള്ളൂ എന്നതാണ് ഈ സർവേ ഫലം. ഒരുപക്ഷെ അത് UDF നേതാക്കൾ കൂടി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് അത് പൊളിറ്റിക്കലി ഡൈവേർട്ട് ചെയ്യപ്പെട്ട വിഷയം മാറിപ്പോയത് കൊണ്ടാവാം. അതുകൊണ്ടാണ് ഈ പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് ഇത്തവണ നമ്മൾ കേൾക്കാത്ത. അതെ, അത് ഒരുപക്ഷെ അതിന് പ്രധാനപ്പെട്ട കാര്യമാവാം. ഈ തിരിച്ചറിവ് പൊളിറ്റിക്കൽ നേതൃത്വങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടായി കാണണമെന്ന് മനസ്സിലാക്കാം. അവിടെയും സംശയകരമായ മറ്റൊരു കാര്യമുണ്ട്. ഒരു സർവേ ഏജൻസി സമീപിക്കുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള ഞങ്ങളെ സ്വാധീനിക്കുന്ന വിഷയമാണെന്ന് പുറമേ പറയാതെ അതൊരു വൈകാരിക ഭാവമായി ഉള്ളിക്കൊണ്ട് നടന്ന് തെരഞ്ഞെടുപ്പിൽ വോട്ടുകുത്തുന്ന ആളുകൾ ഉണ്ടോ എന്നൊരു സ്വാഭാവിക സംശയം ഉണ്ടാവാം. എന്തായാലും അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് 4.3% പേര് മാത്രമാണ്. പക്ഷേ പുതിയൊരു ട്രെൻഡ് ശ്രദ്ധിച്ചു കാണും. ഇപ്പൊ നന്ദഗോവിന്ദം ഭജൻസിന് കിട്ടുന്ന സ്വീകാര്യത പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ്. അവിടെ നമുക്കറിയാം ഈ മലയാളികളുടെ ഈശ്വര വിശ്വാസം കൂടുകയാണ്. പക്ഷേ അതിനെ അവരൊരു എന്റർടൈൻമെന്റ് പോലെ കണ്ടുവരുന്നതാണോ എന്നൊന്നും അറിയില്ല. എങ്കിൽ പോലും നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും കേരളത്തിന്റെ പൊതുസമൂഹത്തിലെ ഭൂരിഭാഗവും വിശ്വാസികൾ തന്നെയാണ്. ഈ വേറെ ചില കണ്ടെത്തൽ കൂടി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം സംബന്ധിച്ച് ഈ സർവേ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് കോൺഗ്രസിന്റെ പ്രകടനം. ഈ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രകടനം സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന ചോദ്യത്തിന് ജനങ്ങൾ പറഞ്ഞത് കോൺഗ്രസിന്റെ അകത്തെ ഗ്രൂപ്പിസം ഇപ്പോഴും പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഏകദേശം 20% മുകളിൽ ആളുകളും കോൺഗ്രസിന്റെ
കേരളത്തിലെ പ്രശ്നം അതുതന്നെയാണെന്ന് കരുതുന്നുണ്ട്. ഒരുപക്ഷെ അതിന് കാരണമാവുക ഈ സർവേ നാളുകളിലാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തർക്കങ്ങൾ നടന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഒരുപക്ഷെ സർവേ കടന്നു വന്നേക്കാം. ഒപ്പം BJPയുടെ പ്രകടനത്തിൽ കൂടി ഉയർന്ന ചോദ്യങ്ങൾ ഇതാണ്. അതിൽ കേരളത്തിലെ ഹിന്ദു പാർട്ടിയായി CPM-ന് കൂടി ഒരു പരിഗണന കിട്ടുന്നു എന്നത് BJPയുടെ തടസ്സമാകുന്നു എന്ന വാദം ഒരു ശതമാനമുണ്ട്. പക്ഷേ BJPയുടെ വളർച്ചയ്ക്ക് പ്രധാന തടസ്സമായി ജനങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഉത്തരം ഇതായിരുന്നു. കേരളത്തിൻ്റെ സംസ്കാരവും രീതികളും ബോധ്യപ്പെടുന്നതിലും അതനുസരിച്ചുള്ള അജണ്ടകൾ നിശ്ചയിക്കലും BJPക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ അപ്പോൾ അതായത് അങ്ങനെയെങ്കിൽ പറയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഉത്തർപ്രദേശിൽ നിന്ന് സ്വാമിമാർ നിയമത്തേക്ക് വരികയും രാജീവ് ചന്ദ്രശേഖരനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഹൈന്ദവ സമൂഹം അതിനോടൊന്നും വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്ന് വേണമല്ലേ മനസ്സിലാക്കാൻ. പിന്നെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്ന് വളരെ കൃത്യമായി, അതായത് കോൺഗ്രസിൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ ഇത്രയധികം പടലപ്പിണക്കങ്ങളും തമ്മിലടിയാണ് എങ്കിൽ അധികാരത്തിലെത്തിയാൽ അതിലും വലിയ വടംവലി കാണേണ്ടതില്ല എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു. അങ്ങനെ തന്നെയല്ലേ? അത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എന്തുകൊണ്ടാണ് ദേശീയ തലത്തിൽ നരേന്ദ്രമോദി ഒരു പവറായി നിൽക്കുന്നതിന് കാരണം? നരേന്ദ്രമോദി എന്നൊരു അജണ്ടയിൽ ഒരു ഫിഗറിലൂന്നിയാണ് BJPയുടെ ക്യാമ്പയിൻ നടക്കുക. അവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒരു ഫിഗർ ഉണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ അത് പിണറായി വിജയനാണ് ലെഫ്റ്റിന്. അപ്പോൾ മാറിയ കാല രാഷ്ട്രീയത്തിൽ ഒരു മുന്നണിയുടെ പൊതുവായ അജണ്ടകൾക്കും അപ്പുറം അവർ പൂർത്തിക്കാട്ട ഒരു ഐക്കൺ ഉണ്ടാവണം. ഒരുപക്ഷെ ആ ക്യാമ്പയിൻ്റെ ഒരു സ്ട്രാറ്റജി അത് കേന്ദ്രീകരിച്ചാവണം. അത് കോൺഗ്രസിന് നഷ്ടമുണ്ടാകുന്നുണ്ടോ എന്നാണ് സാഹചര്യം. എന്ന് മാത്രമല്ല, കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ അതൊരു വലിയ തർക്ക വിഷയമാകുമെന്നൊരു പൊതുധാരണ അവർ തന്നെ ഉണ്ടാക്കുന്നു എന്നതും ഈ പറഞ്ഞ ഒരു കോൺഗ്രസിന്റെ പ്രകടനത്തിലെ പോരായ്മ വിലയിരുത്തുന്നതിലെ ഒരു കാരണമായി മാറി. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ സൂചിപ്പിച്ചു 2 കോടിയിലധികം വോട്ടർമാരുള്ള ഒരു സംസ്ഥാനമാണ്. അതിൽ ഏതാണ്ട് ഒരു 70% അല്ലെങ്കിൽ അതിന് മുകളിലേക്കൊക്കെ വോട്ടർമാർ ഇത്തവണ വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം SIR-ന് ശേഷമുള്ള, അതായത് വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കിയതിന് ശേഷമുള്ള ഒരു വോട്ടർ പട്ടികയാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ സർവേ ഫലം ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയായിരിക്കണം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കേണ്ടത് എന്നില്ല. ഒരു പക്ഷേ ഒരു നിശബ്ദ വികാരം ഉണ്ട് എങ്കിൽ അത് പ്രതിഫലിക്കാം. അത് സർക്കാരിനെതിരെ പ്രതിഫലിക്കാം, അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായും പ്രതിഫലിക്കാം. പക്ഷേ ഈ സർവേയിൽ ഞങ്ങൾക്ക് വരാൻ പോകുന്ന സർക്കാരിന് മുന്നിലേക്ക് വെക്കാനുള്ള നിർദ്ദേശം എന്നത് ഒരുപക്ഷെ ഭരണകൂടങ്ങൾ കൂടുതൽ പരിഗണിക്കാത്ത ചില വിഷയങ്ങളുണ്ട്. അവിടെയാണ് വിലക്കയറ്റത്തെ കേരളത്തിൻ്റെ പൊതുസമൂഹം വലിയ ഒന്നായി കണക്കാക്കുന്നു എന്നുള്ളത്. 2, തൊഴിലില്ലായ്മ എന്നതിനെ ഏറെ ഗൗരവത്തോടു കൂടിയാണ് ജനങ്ങൾ കാണുന്നത്. മറ്റൊന്ന്, അഴിമതിയെ ജനങ്ങൾ തള്ളിപ്പറയാനാണ് ആഗ്രഹിക്കുന്നത്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗത്തെ കേരളത്തിലെ വലിയൊരു ശതമാനം ആളുകളും എതിർക്കുകയാണ്. അപ്പോൾ ഇത്തരം അടിസ്ഥാന വിവരങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് അതൊരു വലിയ വിവരശേഖരണമായി കരുതിക്കൊണ്ട് വേണം പുതിയ സർക്കാർ ഭരണം നടത്താനും പ്രവർത്തനങ്ങൾ നടത്താനും എന്ന ഒരു നിർദ്ദേശം കൂടി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.